ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈസ്റ്ററിൻ്റെ തലേ ദിവസമാണ് കേട്ടോ, April 19 ആണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററും ഫാമിലിയൊക്കെ ഈസ്റ്റർ ആഘോഷിക്കാൻ ഞങ്ങളുടെ കൂടെയാണ് ഇപ്രാവശ്യം ഉള്ളത്. അപ്പോൾ അത് കാരണം അതിൻ്റെ പ്രിപ്പറേഷൻ എന്നോണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അവരൊക്കെ ഉച്ചയ്ക്ക് ലഞ്ചിനുണ്ടാവും എന്നായിരുന്നു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ചെറിയ രീതിയിലൊരു ലഞ്ച് മെനു ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് ഇന്ന് കപ്പ ഉണ്ടായിരുന്നു, മീൻ പീര ഉണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തത്, രസം, ചീരത്തോരൻ, അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചായിരുന്നു നമ്മളിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കൂടാണ്ട് അവർ വരുമ്പോൾ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീംസ് ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടാണല്ലോ ഇപ്പോൾ, അപ്പോൾ അത് കാരണം ഐസ്ക്രീംസ് ഒക്കെ കഴിച്ചൊന്ന് കൂളാകട്ടെ എന്ന് കരുതി കുറച്ച് ഐസ്ക്രീംസ് ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് ചില്ലായിട്ടിരിക്കുവാണ്. ആദ്യക്കുട്ടി ഇപ്പം എപ്പോൾ ഇവിടെ വന്നാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. അവന് ഈ മുറ്റത്തൂടെ നടക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. സാധാരണ എല്ലാ വർഷങ്ങളിലും ചാച്ചു കൂടെ ഉള്ളപ്പോൾ ഭയങ്കര ടെൻഷൻ ഫ്രീ ആണ് കേട്ടോ. ബിക്കോസ് എനിക്ക് കിച്ചണിലെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എനിക്ക് ഓൾ ഓവർ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പതിയെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഔട്ടിങ് എന്ന് വേണം. നമ്മൾ അടുത്തുള്ളൊരു ഐലൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി കക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു മെയിൻ അജണ്ടയും കക്ക മേടിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ, പിറ്റേന്ന് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളത് ഏകദേശം സ്ഥലത്തെത്തി. അങ്ങനെ നമ്മൾ വന്നെത്തിയിട്ടുള്ളത് നമ്മുടെ മൺട്രോ തുരുത്താണ്. കൊല്ലത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് മൺട്രോ തുരുത്ത്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ട്രാവലാണ് ഉള്ളത് മൺട്രോ തുരുത്തിലേക്ക് വരാനായിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ വരുന്നവർക്കത് അറിയാം, വന്നിട്ടുള്ളവർക്കറിയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 1 to 2 hours ഓഫ് ബോട്ടിംഗ് സർവീസസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഈ തുരുത്ത് കംപ്ലീറ്റ് ഇങ്ങനെ കറങ്ങി കാണാൻ പറ്റും. ആൻഡ് അത് കഴിഞ്ഞിട്ട് കായലിൻ്റെ നടുവിലൊക്കെ ഇറങ്ങാൻ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ദി ബെസ്റ്റ് ടൈം ടു വിസിറ്റ് മൺട്രോ തുരുത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് മൺസൂൺ ഒഴികെ എല്ലാ സമയങ്ങളിലും ഇവിടെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. മൺസൂൺ ടൈം നമുക്കിവിടെ പറ്റില്ല എന്നല്ല, പക്ഷെ അത് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കില്ല. നമ്മൾ ബോട്ടിങ്ങിന് കൊണ്ടുപോകുന്നതൊക്കെ ഈ കണ്ടൽക്കാടുകൾ കൂടിയാണ് കേട്ടോ. ഭയങ്കര വിഷ്വൽ ട്രീറ്റാണ് ആക്ച്വലി നമുക്കിങ്ങനെ പോകുമ്പോൾ കിട്ടുന്നത്. ആൻഡ് നമ്മളെ കൊണ്ടുപോകുന്ന ചേട്ടന്മാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. അവരോട് എന്ത് ഡൗട്ട്സ് ഉണ്ട് ചോദിച്ചാലും അവർ നമുക്ക് ക്ലാരിഫൈ ചെയ്തു തരും. ഇവിടെ ഒരുപാട് വെഡിങ് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞങ്ങൾ പോയ സമയത്തും അവിടെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെയാണോ ചേട്ടാ ഇറക്കുന്നേ? സൈഡല്ലേ? ഞങ്ങൾ കുറച്ചധികം നേരം കുട്ടികളായിട്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിരികെ വിളിച്ചിട്ട് പോരുന്നുണ്ടായിരുന്നില്ല. നമുക്കായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അവിടുത്തെ ഒരു വ്യൂ. നമുക്ക് ആ
കായലിൻ്റെ നടുവിൽ നിന്നിട്ട് കിട്ടുന്നൊരു വിഷ്വൽ ട്രീറ്റ് ഉണ്ടല്ലോ, ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് പീസ്ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നൊരു സൺസെറ്റ് വ്യൂ ആയിരുന്നു, അടിപൊളി. ഇറ്റ് വാസ്, എനിക്കറിയില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കിയിട്ട് പറയൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങി തിരികെ വരുന്ന വഴിക്ക് അവിടെ തന്നെ മൺട്രോ തുരുത്തിൻ്റെ സൈഡിൽ തന്നെ ഉള്ളൊരു തട്ടുകടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങളൊരു അടിപൊളി കോഫിയും ബ്രെഡ് ഓംലെറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. കോഫി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല തലവേദന ഉണ്ടായിരുന്നു, അത് കാരണം തന്നെ ആ ചൂടോടെ കോഫി കുടിച്ചപ്പോൾ ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു കുട്ടി ഷോപ്പിങ്ങും കാര്യങ്ങളും പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളതുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി നേരെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കക്കയൊക്കെ ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വാഷ് ചെയ്തു, കക്ക പുഴുങ്ങാനായിട്ട് വെച്ചു. കക്ക പുഴുങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കക്ക പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനെ ക്ലീൻ ചെയ്തെടുക്കണം നമുക്ക്. അത് പുഴുങ്ങി വരുമ്പോൾ ഏകദേശം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അത് ഓപ്പണായിട്ട് ഫ്ലഷ് നമുക്ക് കിട്ടും. ആ ഫ്ലഷ് എടുത്തിട്ട് നമുക്കതിനെ ക്ലീൻ ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ, നമുക്ക് വൺസ് ഇത് പുറത്തെടുത്ത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ തോട് ഐ മീൻ ഷെല്ല് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്ലഷ് ഇച്ചിരി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാനും അനിയത്തിയും അച്ഛനും കൂടിയാണ് കേട്ടോ. മീൻവായിൽ ഞാൻ പോയിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള അപ്പത്തിൻ്റെ മാവും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വന്നിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇരുന്നത്. കക്ക ക്ലീൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, വലിയ സംഭവമൊന്നുമല്ല. ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഫ്ലഷ് എടുക്കുക, ജസ്റ്റ് അതിൻ്റെ വേസ്റ്റ് ഇരിക്കുന്ന ഒരു പോർഷനുണ്ട്, അതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇളകി വരും. ജസ്റ്റ് അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാനത് എൻ്റെ സിസ്റ്ററിനും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട്. ഇത് കണ്ട് ഈ ഭാഗം നീ ഇപ്പൊ എടുത്തത് ഇവിടെയാണ്, അവിടെ എല്ലാം എടുക്കട്ടെ, എന്നിട്ട് ഈ ഭാഗത്താണ് വേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സൈഡിൽ ഉഷാറായിട്ട് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുവാണ്. സമയം കുറച്ച് നേരം വർഷം എൻ്റെ കൂടെ ഇരുന്ന് കക്കയൊക്കെ പൊളിച്ചതിന് ശേഷം അവൾ പതുക്കെ ഉള്ളിയൊക്കെ പൊളിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി ഇരുന്ന് ചെയ്ത് തീർക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഈസ്റ്റർ തലേന്ന്. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ഡേ. വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ ബിസി ആയിട്ട് പോയ അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. എൻ്റെ വീഡിയോ എടുത്ത രീതി, വ്ളോഗിങ് ഇഷ്ടമാണോ അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ ഒക്കെ നിങ്ങൾക്ക് കമൻസിലൂടെ എന്നെ അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.